മാത്രമേ ഞാൻ വലിയൊരു മെസ്സേജിനൊന്നും ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുകയാണ്. ഈ വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 13-ാം അധ്യായം. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്യം വായിക്കാം. അതിന്റെ 2-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 13-ാം അധ്യായത്തിന്റെ അതിന്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. നമ്മൾ ഇവിടെ കാണുന്നത് ഇവിടെ ഒരു നമുക്കെല്ലാം വളരെ സുപരിചിതമായ വാക്യമാണ്. വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് അവരോട് ആജ്ഞാപിക്കുന്നു, അല്ലെങ്കിൽ പറയുവാനിടയായിട്ട്. നമുക്കറിയാം, ഇവിടെ ശുശ്രൂഷകളെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. നമ്മളെല്ലാം തന്നെ പലവിധ ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും സുവിശേഷ വേലയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. അപ്പോൾ ഈ പ്രഭാതത്തിൽ നമുക്ക് ശുശ്രൂഷകളെ കുറിച്ച് ഒന്നുകൂടി ചെറിയ കാര്യങ്ങൾ മാത്രം ഓർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, നമ്മളിപ്പോൾ ശുശ്രൂഷകളെ കുറിച്ച് പഠിക്കുമ്പോൾ പഴയ നിയമം കാലഘട്ടത്തിലെ ശുശ്രൂഷകൾ വേറെയാണ്, പുതിയ നിയമത്തിലെ ശുശ്രൂഷകൾ വേറെയാണ്. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഏതൊരു ശുശ്രൂഷകൾക്കും അതിന് ഒരു അഭിഷേകം ഉണ്ടായിരുന്നു. ഈ അഭിഷേകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവര് സ്വന്തമായിട്ട് കൈകൊണ്ട് ഇടിച്ചു പിഴിഞ്ഞെടുത്ത ചില സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത് ഇടിച്ചു പിഴിഞ്ഞെടുത്ത ചില എണ്ണയാണ് അവർക്ക് അഭിഷേകത്തിനായിട്ട് പഴയ നിയമത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ അവർക്ക് അതിൻ്റെതായ വേഷവിധാനങ്ങൾ, വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ ഡ്രസ് കോഡുകളൊക്കെ ഉള്ളതായിട്ട് നമുക്ക് പഴയ നിയമത്തിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അങ്ങനെ ഒരു ഡ്രസ് കോഡ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ഒരു എണ്ണ കൊണ്ടുള്ള ഒരു അഭിഷേകം നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ പറയുന്നത് വേർതിരിപ്പിൻ എന്നാണ് കാണുന്നത്. വേർതിരിപ്പിൻ, ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരു വേർതിരിക്കൽ, അല്ലെങ്കിൽ ഒരു ആത്മാവിന്റെ ഗൈഡൻസിനനുസരിച്ചുള്ള ഒരു വേർതിരിക്കൽ, അല്ലെങ്കിൽ വേർതിരിഞ്ഞ ഒരു ജീവിതം നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. പൗലോസിനെ ഈ ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നമുക്ക് വരുമ്പോൾ അവിടെ ശുശ്രൂഷ കർത്താവ് ഭരമേൽപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് 10-ാം അധ്യായത്തിൽ, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറിപ്പിക്കാനും അവർക്ക് അധികാരം കൊടുത്തു. അപ്പോൾ ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ, താൻ വിളിച്ച് വേർതിരിച്ച ശിഷ്യന്മാരെ, തനിക്കായിട്ട് വേർതിരിച്ച, അല്ലെങ്കിൽ തന്റെ ശുശ്രൂഷകൾക്ക് തനിക്ക് കൂട്ടു നിൽക്കുവാൻ, അല്ലെങ്കിൽ തന്നോട് ചേർന്ന് നിന്ന് താൻ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷകളുടെ ബാക്കി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ താൻ ആഗ്രഹിച്ച് വേർതിരിച്ച ശിഷ്യന്മാരാണ് നമുക്ക് കാണുന്ന 12 പേരെ കുറിച്ച് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്ന. ആദ്യമായിട്ട് അവർക്ക് വേണ്ടിയുള്ള ഒരു ശുശ്രൂഷ ഭരമേൽപ്പിക്കുന്നതാണ് നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. അവിടെ കാണുന്നത് അവർക്കൊരു അഭിഷേകമോ, അല്ലെങ്കിൽ അവർക്കൊരു ഡ്രസ് കോഡ് പറഞ്ഞു കൊടുക്കുകയോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ശിഷ്യന്മാർക്ക് അത് ചില പ്രത്യേക അധികാരങ്ങൾ നമുക്കവിടെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ പ്രഭാതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊക്കെ ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷകളിൽ ചില അധികാരങ്ങളുണ്ട്. ഈ അധികാരം നമ്മൾ വിനിയോഗിക്കാത്തിടത്തോളം കാലം
നമ്മുടെ ശുശ്രൂഷകൾ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അത് ഫലപ്രദമായി ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ശുശ്രൂഷ ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ തന്നെ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. അവൻ പല സ്ഥലങ്ങളിലെല്ലാം പോയി അവർ ശുശ്രൂഷ ചെയ്യുകയും തുടർന്ന് വന്ന് റിപ്പോർട്ടുകൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് ആ ഭാഗത്ത് കാണാനായിട്ട് കഴിയും. അവർ പ്രാർത്ഥിച്ചിട്ടൊന്നും സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ഒന്നും നടക്കാത്ത ഒരു അവസ്ഥയൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് ഒരു കർത്താവിനോട് പറയുമ്പോൾ കർത്താവ് നിങ്ങളുടെ അവിശ്വാസമാണ് ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എങ്കിലും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവ് കൊടുത്ത ശുശ്രൂഷ അവർക്ക് ചെയ്യാൻ കഴിയാത്തത് അവരിലുള്ളതായ അധികാരം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ അധികാരം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് മുൻപോട്ട് പോകുവാൻ അല്ലെങ്കിൽ ശുശ്രൂഷകളെ മുൻപോട്ട് നയിക്കുവാൻ കഴിയാത്തതായിരുന്നു എന്ന് നമുക്ക് പിന്നീട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നമുക്ക് കർത്താവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ചില അധികാരങ്ങൾ, അധികാര കൈമാറ്റമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്ക് തന്നെ മത്തായി സുവിശേഷത്തിൽ 28-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, സ്വർഗത്തിലെ ഭൂമിയിൽ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ്. നിങ്ങൾ പോവുകയാണ്, പുറപ്പെട്ടു പോകണം, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. സകല അധികാരവും ലഭിച്ച ഒരുവൻ. പലപ്പോഴും നമുക്ക് ലോകപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ചില നമ്മൾ വാഹനങ്ങളൊക്കെ ഓടിച്ചു പോകുന്ന സമയത്ത് വണ്ടി തടയും, പോലീസുകാർ വണ്ടി തടയും നമുക്ക് കാണാൻ കഴിയും. പോലീസുകാർ വണ്ടി തടഞ്ഞിട്ട് പറയും സാറകത്തോണ്ട് ചെല്ലാൻ പറയും. ഒരു അധികാരി ആ വണ്ടിക്ക് അകത്തിരിക്കുന്നുണ്ട്, അദ്ദേഹമായിട്ട് സംസാരിക്കണം. അപ്പോൾ ഇവര് നോക്കി കാണാൻ കഴിയുന്ന പോലീസുകാർ ധരിച്ചിരിക്കുന്ന യൂണിഫോം, അകത്തിരിക്കുന്ന അധികാരി ധരിച്ചിരിക്കുന്ന യൂണിഫോം എല്ലാം അതിന്റെ കളറ് എല്ലാ കാര്യങ്ങളും ശരി ഒരേപോലെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ എന്നാൽ ചില അധികാര ചിഹ്നങ്ങൾ അദ്ദേഹത്തിന് കൂടുതലായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഒരു അധികാരിയുടേതായ ചില വില അല്ലെങ്കിൽ സ്ഥാനം എന്ന് പറയുന്നത് വലുതാണ്. അപ്പോൾ നമുക്കത് ലോകപരമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് അത് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷ മണ്ഡലങ്ങളിലും ഈ അധികാരമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പലപ്പോഴും കർത്താവിന്റെ ശുശ്രൂഷയിലും നമുക്കിത് കാണാൻ കർത്താവ് ഉപയോഗിക്കുന്നു, ഈ അധികാരം ഉപയോഗിക്കുന്നു നമുക്ക് കാണാനായിട്ട് കഴിയും. തന്റെ ശിഷ്യന്മാർ പിന്നീട് അധികാരത്തോടെ സംസാരിക്കുന്നു. ഇപ്പോൾ കർത്താവിന്റെ ശുശ്രൂഷയിൽ തന്നെ പലപ്പോഴും ചില പൊതുജനം പറയുന്നത് ഇവിടെ അധികാരത്തോടെയാണല്ലോ. നമ്മുടെ പരീക്ഷന്മാരെ ശാസ്ത്രിമാരെ പോലെ അല്ല, ഒരു അധികാരത്തോടെയാണല്ലോ ഇവൻ സംസാരിക്കുന്നത്, ഇവന്റെ വാക്കുകൾക്ക് ചില അധികാരമുണ്ടല്ലോ എന്ന് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ ആ അധികാരമാണ് കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. നമ്മളത് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ പലപ്പോഴും നമ്മുടെ ശുശ്രൂഷകളെ നമുക്ക് മുന്നേറുവാൻ അല്ലെങ്കിൽ ശുശ്രൂഷകളിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഒരു പരിധിയുടെ പുറകോട്ട് ചിന്തിച്ചാൽ അധികാരത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മളെ അനുസരിപ്പാൻ ഒരു പൈശാചിക ശക്തികൾ തയ്യാറാകില്ല. അധികാരത്തോടെ നിൽക്കുന്നവന് മാത്രമേ പൈശാചിക ശക്തിയാണെങ്കിലും രോഗാത്മാവാണെങ്കിലും അനുസരിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാനിങ്ങനെ ആദ്യം പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ മനസ്സിൽ പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വരുന്നത്, ഒരിക്കലും ഞങ്ങൾ ബീഹാറിൽ ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് അത് ഒരു നല്ല ചൂടുള്ള ഒരു സമയം. അന്ന് അവിടെ സ്റ്റേറ്റ് ബാങ്കിന്റെ ഓഫീസ് ഇതെന്ന് പറയുന്നത് ആ സിറ്റിയിൽ തന്നെയാണ്, ജമ്മുവിൽ. അപ്പൊ അതിനകത്ത് AC ആണ്. അപ്പം ഈ ചൂട് സമയത്ത് സിറ്റിയിൽ വന്നു നിൽക്കുന്ന ആൾക്കാർ മിക്കവാറും എല്ലാവരും തന്നെ ഈ ബാങ്കിനകത്ത് കയറി വന്ന് ഭയങ്കര തിരക്കാണ്, ഭയങ്കര തിരക്ക്, തിക്കും തിരക്കെന്നുള്ള ഒരു രക്ഷയില്ല. അതിനകത്ത് നമ്മളൊരു കാര്യത്തിന് കടന്നു ചെന്നാൽ ഒരു കാരണവശാലും നമുക്ക് കൗണ്ടറിൽ എത്താൻ കഴിയാത്ത അത്ര തിരക്കാണ്. ആൾക്കാർ നമ്മളെ കടത്തി വിടുകയുമില്ല. അങ്ങനെ ഭയങ്കര പ്രശ്നമായി. അപ്പൊ ഞാൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ചില കീറിയ നോട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് മാറാൻ വേണ്ടി പോയതാണ്. പക്ഷെ അതിനകത്തേക്ക് കയറാൻ സമ്മതിക്കാത്ത നിലയിൽ അതുമാത്രം തിരക്കാണ്. അപ്പൊ അതിനകത്തൊരു സെക്യൂരിറ്റി ഉണ്ട്, ബാങ്ക് സെക്യൂരിറ്റി ഉണ്ട്, 2 പോലീസുകാരവിടെ ഡ്യൂട്ടി ഉണ്ട്. എങ്കിലും അതിനകത്തേക്ക് ആർക്കും കയറാൻ പറ്റാത്തത്ര തിരക്കാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സബ് ഇൻസ്പെക്ടർ കടന്നു വന്നു. ഇദ്ദേഹം ഇതിനകത്തേക്ക് കയറി 2 സൗണ്ട് വെച്ചു, എന്തൊക്കെയോ 2 ഒച്ച വിളിച്ചു പറഞ്ഞു. അതിനുശേഷം എല്ലാവരും ലൈൻ നിൽക്കാൻ പറയും. പെട്ടെന്ന് തന്നെ ആൾക്കാരും ലൈനിലായി. അതിനകത്തുണ്ടായിരുന്ന 3/4% ആൾക്കാരും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇവരെല്ലാം അതിന്റെ തണുപ്പ് അനുഭവിക്കാൻ വേണ്ടി ജസ്റ്റ് കയറി വന്ന് നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ സെക്യൂരിറ്റി ഉണ്ട്, അവർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, പോലീസുകാർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ആകെ അവർ ജസ്റ്റ് പറയുന്നു, വന്നിട്ട് അവർ പോയി ഒരു കസേരയിൽ ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ഈ സെക്യൂരിറ്റി പോലീസുകാർ അവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നവരോട് അദ്ദേഹം ചോദിച്ചു, എന്തിനാ ഇത്ര ആൾക്കാരെ നിങ്ങൾ കയറ്റിയെടുത്ത് എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു, സാറേ ഞങ്ങൾ പറഞ്ഞതാ കേട്ടില്ല,
നിനക്കൊക്കെ പിന്നെ എന്തിനാണ് ശമ്പളം തരുന്നത് അങ്ങനെ പറഞ്ഞ് അദ്ദേഹം വഴക്ക് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുമെന്ന് ഞാൻ കണ്ടിട്ട് കഴിഞ്ഞു. ഞാൻ മനസ്സിലാക്കിയത് ഈ രണ്ടുപേരും ധരിച്ചിരിക്കുന്നത് ഒരേ സർക്കാരിന്റെ യൂണിഫോമാണ്, ഒരേ സർക്കാരിന്റെ എംബ്ലമാണ്. പക്ഷേ എന്തുകൊണ്ട് അവര് പറഞ്ഞിട്ട് കേട്ടില്ല? ശിഷ്യന്മാർ പറഞ്ഞതുപോലെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ ബാലന് സൗഖ്യം വരാതിരുന്നത്? ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങൾ തലയിൽ കൈവച്ചു, ഞങ്ങൾ പറഞ്ഞു ചെയ്തു, എങ്കിലും എന്തുകൊണ്ട് സൗഖ്യം വരുന്നില്ല? പലപ്പോഴും നമ്മളും ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് സംഭവിക്കാത്തത്? നമ്മൾ പ്രാർത്ഥിക്കുന്നു, എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ വലിയ വലിയ കൺവെൻഷനിൽ പോയി കഴിഞ്ഞാൽ വളരെ അത്ഭുതങ്ങൾ നടക്കുന്നു, കാര്യങ്ങൾ നടക്കുന്നു, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാത്തത് എന്ന് നമ്മളും ചോദിക്കും. പോലീസുകാരും അവരോട് അദ്ദേഹം പറഞ്ഞിട്ടങ്ങ് ഇറങ്ങിപ്പോയി. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന്റെ പവർ അല്ലെങ്കിൽ അധികാരം ഉപയോഗിച്ചു, സർക്കാർ കൊടുത്ത അധികാരം ഫുള്ളായിട്ട് അവർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ഉപയോഗിച്ചു, അതുകൊണ്ടാണ് അദ്ദേഹത്തെ അനുസരിച്ചതും ആൾക്കാർ ഇറങ്ങിപ്പോയതും. അങ്ങനെയാണ് ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ കൽപ്പിക്കേണ്ടവനോട് കൽപ്പിക്കുവാനുള്ള അധികാരം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കർത്താവ് നമുക്ക് നൽകി തന്നിട്ടുണ്ട്. നാം കൽപ്പിക്കേണ്ടവനോട് നമ്മൾ കൽപ്പിച്ചില്ലെങ്കിൽ അത് നമ്മൾ പരാജയപ്പെട്ടു പോകാൻ ഇടയായിത്തീരും. നമ്മുടെ അധികാരത്തെ അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷകളെ നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ പരാജയപ്പെട്ടു പോകുവാനിടയായിത്തീരും. കാരണം ശത്രു നമ്മളെ നോക്കി ചിരിക്കുവാനിടയായിത്തീരും. എന്നാൽ ഇത് പ്രഭാതത്തിൽ അതുകൊണ്ട് നമുക്ക് കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാൻ, നമുക്ക് പ്രാർത്ഥിക്കാൻ, നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് അധികാരം ഉപയോഗിക്കുവാൻ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പറയുന്നത്, നിന്റെ അവിശ്വാസ നിമിത്തമാണ് നിങ്ങൾക്കത് ഉപയോഗിക്കാൻ കഴിയാത്തത്. പലപ്പോഴും നമുക്ക് ആ ശുശ്രൂഷ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചില സംശയങ്ങൾ. കഴിഞ്ഞ ദിവസം ഞാനൊരു ദിവസം സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയും, പക്ഷേ കഴിഞ്ഞ നാളുകളിൽ ഞാൻ അനേക രോഗികളെ സൗഖ്യമാക്കി, വളരെ ക്യാൻസർ പേഷ്യൻസിനെ സൗഖ്യമാക്കിയിട്ടുണ്ട്, അനേക രോഗികളെയൊക്കെ സൗഖ്യമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ എന്നെ കൊണ്ടത് കഴിയുന്നില്ല. എനിക്ക് തോന്നുന്നത്, അദ്ദേഹം നേരത്തെ മരുന്നൊന്നും ഉപയോഗിക്കാത്തൊരു മനുഷ്യനാണ്, മരുന്നുകളൊന്നും എടുക്കത്തില്ല. അപ്പൊ അദ്ദേഹം എന്നോട് തന്നെ പറഞ്ഞ കാര്യമാണ്, ഞാൻ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണോ അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആർക്കും സൗഖ്യമാകുന്നില്ല. അപ്പോൾ ഇദ്ദേഹം മരുന്ന് ഉപയോഗിച്ചതും, അപ്പൊ അദ്ദേഹത്തിന് സംശയമാണ്, ഞാൻ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എന്റെ ശുശ്രൂഷകൾ നഷ്ടപ്പെട്ടു പോയോ, അല്ലെങ്കിൽ എന്നിലുണ്ടായിരുന്ന എന്തോ ശിംശോന്റെ മേലുണ്ടായിരുന്ന ഒരു ശക്തി പോലത്തെ അങ്ങനത്തെ ശക്തിയൊന്നും അല്ല നമ്മുടെ മേലുള്ളത്. നമ്മുടെ മേലുള്ളത് ഒരു അധികാരമാണ്, പവറാണ്. അത് നഷ്ടപ്പെട്ടു പോയോ എന്നുള്ളതായ ഒരു സംശയം. അപ്പോൾ സംശയിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഓരോ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഇപ്പൊ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ അത് ഇതേമായിരിക്കും, ഞാൻ മരുന്ന് കഴിക്കുന്ന ആളാണ്, അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചാൽ രോഗികൾ സൗഖ്യമാകുമോ? ഞാൻ കുറവുള്ള ആളാണ്, ഞാൻ പ്രാർത്ഥിച്ചാൽ രോഗികൾ സൗഖ്യമാകുമോ? എന്റെ ജീവിതത്തിൽ രോഗമാണ്, ഞാൻ പ്രാർത്ഥിച്ചാൽ രോഗികൾ സൗഖ്യമാകുമോ? എന്റെ ജീവിതത്തിൽ കുറവുകളുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകുമോ? അനേക സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ അടിഞ്ഞുകൂടിയിട്ട് നമ്മുടെ അധികാരത്തെ ഉപയോഗിക്കുവാൻ കഴിയാതെ അത് ശത്രുവിന്റെ ഒരു വലിയൊരു തന്ത്രമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ശത്രു നമ്മളുടെ ഉള്ളിലിട്ട് തരുന്ന ചില സംശയങ്ങളാണ്. ആദ്യം നമ്മളെ തന്നെ ജയിക്കണം, നമ്മളെ തന്നെ ജയിക്കണം. നമ്മളോട് തന്നെ പറയണത്, ഞാൻ അധികാരിയാണ്, എനിക്ക് അഭിഷേകമുണ്ട്, ഞാൻ അഭിഷക്തനാണ്, കർത്താവ് എന്നെ വിളിച്ചതാണ്. പൗലോസ് പറഞ്ഞു, പൗലോസിനെയൊക്കെ വേർതിരിച്ചതുപോലെ ഞാൻ വിളിച്ചു വേർതിരിച്ചതാണ്. അതേ ഉപവസിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടത്തിൽ നിന്ന്, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടത്തിൽ നിന്ന്, ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടത്തിൽ നിന്നാണ് ഈ പൗലോസിനെയും ബർന്നബാസിനെയും ഒക്കെ വിളിച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളും കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് പേർ ചൊല്ലി, അവിടെ നമ്മൾ കാണുന്ന പൗലോസിനോട് അവിടെ പറയുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തമായിട്ട് പറയുന്നു, പൗലോസിനെയും ബർന്നബാസിനെയും അവർ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് വേർതിരിപ്പീൻ. ഇപ്പോൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ഊഹാപോഹങ്ങളിലൂടെയല്ല, നമ്മുടെ വ്യക്തമായി നമ്മുടെ പേര് ചൊല്ലി നമ്മളെ വിളിച്ച് കർത്താവ് വേർതിരിച്ചതാണ് നമ്മളെ ഈ പരമമായ ശുശ്രൂഷയ്ക്ക് നമ്മളെ കർത്താവ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ എന്നെ കർത്താവ് വിളിച്ചതാണ്, എൻ്റെ പേര് കർത്താവ് ചൊല്ലിയാണ് എന്നെ വിളിച്ചത്. എന്നെ നന്നായി അറിയുന്ന കർത്താവാണ്, എന്നെ ഉള്ളതുപോലെ അറിയുന്ന ദൈവമാണ് എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ആദ്യം ഉണ്ടാകണം. രണ്ടാമത് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതുപോലെ കർത്താവ് പറയുന്നു, സകല അധികാരവും സ്വർഗത്തിനും ഭൂമിയിൽ സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു, നിങ്ങൾ പുറപ്പെട്ടു പോകുവീൻ. നാം പുറപ്പെട്ടു പോകുമ്പോൾ നമ്മോട് കൂടെ ഉള്ളത് ഹല്ലേലൂയ ലോകത്തിന്റെ അധികാരമോ ലോകത്തിന്റെ ആ ശക്തിയോ ലോകത്തിന്റെ യാതൊന്നുമല്ല. നമ്മോട് കൂടെ ഉള്ളത് ലോകത്തെ സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ലഭിച്ച കർത്താവ്
നമ്മുടെ ചെറിയ നമ്മുടെ ഈ നമ്മുടെ നമ്മോട് കൂടെയുണ്ട്, അവനാണ് നമ്മോട് കൂടെ ഉള്ളവനെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഒരു സബ് ഇൻസ്പെക്ടറോ ഒരു ഠാണേദാരോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ജീപ്പിലിരിക്കുമ്പോൾ ഒരു പോലീസുകാരനുണ്ടാകുന്ന ആ വലിയൊരു എന്താ പറയുക, വലിയൊരു ആത്മവിശ്വാസവും ധൈര്യവും നമുക്ക് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിനേക്കാൾ ഉപരിയായി സ്വർഗത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ, സകല നമ്മളെ പേർ ചൊല്ലി വിളിച്ചവൻ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും കയ്യിലുള്ളവൻ, അവനാണ് നമ്മോട് കൂടെയുള്ളത്. ആ ഒരു ഉറപ്പും ധൈര്യവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാപിച്ചെടുക്കണം. അതെ, എൻ്റെ കൂടെയുള്ളത് കർത്താവ്, അവനാണ്. അതുകൊണ്ട് ആ ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ളതായ അധികാരത്തെ ഉപയോഗിക്കുവാൻ നമുക്ക് അത് ഈസി ആയിട്ട് ഉപയോഗിക്കുവാൻ നമുക്ക് കഴിയും. പലപ്പോഴും നമ്മൾക്ക് സംശയമാണ്, കർത്താവ് നമ്മോട് കൂടി ഉണ്ടോ? അതെ, കർത്താവ് നമ്മോട് കൂടി പോകാതെ പടകിലായിരുന്നു ശിഷ്യന്മാർ പറയുമ്പോൾ, കർത്താവെ ഞങ്ങൾ നശിച്ചു പോകുന്നതിനൊക്കെ വിചാരമില്ലയോ? അവർക്ക് സംശയമാണ്, കർത്താവ് പടകിനകത്ത് ഉറങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ പടകിലുണ്ട് എങ്കിലും അവർ കാണുന്നുണ്ടെങ്കിലും അവർക്കൊരു സംശയമാണ്, ഈ കർത്താവ് ഇതെല്ലാം അറിയുന്നുണ്ടോ? നമുക്കും അങ്ങനെ തന്നെ പലപ്പോഴും കർത്താവ് നമ്മുടെ ജീവിത പടകിൽ കർത്താവ് ഉണ്ട്, അത് പടകിൽ ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ കാറ്റും കോളും കടലുമെല്ലാം ഇളകിമറിയുമ്പോൾ, ജീവിതത്തിന്റെ പരിപരുത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് നേരെ കടന്നു വരുമ്പോൾ, ശുശ്രൂഷന് നേരെ കടന്നു വരുമ്പോൾ, ആത്മീക ജീവിതത്തിന് നേരെ കടന്നു വരുമ്പോൾ നമുക്കും സംശയമാ, കർത്താവ് ഇതെല്ലാം അറിയുന്നുണ്ടോ? നമ്മുടെ പടകിലുള്ളവൻ ഇതെല്ലാം അറിയുന്നുണ്ടോ? ഹല്ലേലൂയ. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് അറിയാതെ നമ്മുടെ തലയിൽ ഒരു രോമം പോലും കൊഴിയുന്നില്ല. അവൻ തലയിലെ സകല മുടികളെയും എണ്ണത്തിട്ടപ്പെടുത്തിയവൻ നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മുടെ പടകിലുണ്ട്. സകല അധികാരത്തോടു കൂടി അവൻ നമ്മുടെ പടകിലുണ്ട്. അവന് നൽകപ്പെട്ട സകല അധികാരത്തോടു കൂടിയും സകല വിധമാകുന്ന അതേ അധികാരത്തോടുകൂടി അവൻ നമ്മുടെ പടകിലുണ്ട് എന്നുള്ള ആ വിശ്വാസമുണ്ടെങ്കിൽ, വിശ്വാസ ജീവിതത്തിന് നേരെ കടന്നു വരുന്ന കാറ്റും കോളും പ്രതികൂലങ്ങളും, ശുശ്രൂഷയ്ക്കെതിരെ കടന്നു വരുന്ന കാറ്റും കോളും പ്രതികൂലങ്ങളും ഒന്നും നമ്മളെ തടഞ്ഞു കളയുകയില്ല, അല്ലെങ്കിൽ നമ്മളെ ഈ കടലിൽ മുക്കിക്കളയുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ കഴിയണം. അല്ലെങ്കിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. അത് കർത്താവ് എഴുന്നേറ്റ് പറയുന്നത്, കടലിനെയും ശാന്തമാക്കിയതിനു ശേഷം തന്റെ ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങളുടെ അല്പവിശ്വാസികളെ എത്രത്തോളം ഞങ്ങൾ നിങ്ങൾ സഹിക്കും, അല്ലെങ്കിൽ അവരുടെ അവിശ്വാസത്തെയാണ് കർത്താവ് ശാസിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ പ്രഭാതത്തിൽ ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവ് നമ്മോട് കൂടെയുണ്ട് മനസ്സിലാക്കണമെന്ന്. അവൻ നമ്മളെ പേര് ചൊല്ലി വിളിച്ചവനാണ്. അവനാണ് നമ്മോട് പോകുവാൻ പറഞ്ഞവൻ. അവന്റെ വാക്കിനാണ് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടത്. അതെ, അവൻ നമുക്ക് ഒരു വാക്തത്വം നൽകിയിട്ടുണ്ട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം, ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാം. അപ്പോൾ വാക്തത്വം ചെയ്തവൻ നമ്മോട് കൂടെയുണ്ട് എന്ന ആ ഒരു വിശ്വാസം, വാക്തത്വം ചെയ്യുവാൻ നമ്മോട് കൂടെയുണ്ട്, അവൻ നമ്മോട് കൂടെ സഞ്ചരിക്കുന്നവനാണ്, അവൻ നമ്മോട് കൂടെ പുറപ്പെടുന്നവനാണ് എന്നുള്ളതായ ഒരു വലിയ വിശ്വാസം അല്ലെങ്കിൽ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ പുലർത്തണമെന്ന് നമ്മൾ പുലർത്തേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മാത്രമേ, നമ്മുടെ ശുശ്രൂഷകളിൽ നമുക്ക് മുന്നേറുവാൻ കർത്താവ് സഹായിക്കും. കാരണം കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്ന വലിയൊരു അധികാരമാണ്. ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ, ഏതെങ്കിലും ഒരു അഭിഷേകമല്ല, ഏതെങ്കിലും ഏതെങ്കിലും ഒരു പുരോഹിതൻ കൈകൊണ്ട് ഇടിച്ചു പിഴിഞ്ഞെടുത്ത എണ്ണയല്ല നമ്മളിൽ അവൻ നമ്മളിൽ അവൻ അഭിഷേകം ചെയ്തിരിക്കുന്നത്. സാക്ഷാൽ പരിശുദ്ധാത്മാവാം എണ്ണ എണ്ണയിലാണ് നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. ആ അഭിഷേകത്തിന്റെ പ്രത്യേകത, കൈകൊണ്ട് ചെയ്യുന്ന അഭിഷേകത്തിന്റെ പ്രത്യേകത കണ്ടാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൂരെ നിന്ന് വരുമ്പോഴേ ആ എണ്ണയുടെ സുഗന്ധവും അവന്റെ വസ്ത്രത്തിന്റെ ധാരണകളെല്ലാം കാണുമ്പോൾ മനുഷ്യന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മളിലുള്ള അഭിഷേകം മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അന്ധകാര ശക്തികൾക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയും, പൈശാചിക ശക്തികൾക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം നമ്മളിലുള്ളത് ഒരു അഭിഷേകം എന്ന് പറയുന്നത് ആത്മാവിന്റെ അഭിഷേകമാണ്. ആ അഭിഷേകം നമ്മോട് കൂടെയുള്ളത് ദൈവം തന്നെ കർത്താവ് നൽകി തന്ന അധികാരത്തോടു കൂടിയ അഭിഷേകമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, നമ്മുടെ അഭിഷേകത്തിന് മേൽ വ്യാപരിക്കുന്ന ഒരു അധികാരമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് നൽകി തന്നിരിക്കുന്ന വെറും ഒരു അഭിഷേകമല്ല, നമ്മുടെ അഭിഷേകത്തോടുകൂടെ വ്യാപരിക്കുന്ന ഒരു അധികാരവും കൂടെയുണ്ട്. എന്നാൽ ഈ പകൽക്കാലം ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്, ആ അധികാരത്തെ നമുക്ക് ഉപയോഗിക്കുവാൻ കഴിഞ്ഞാൽ നമുക്കെതിരെ വരുന്ന ഏത് കാറ്റിനോടും കുഴലിനോടും നമുക്ക് പറയുവാൻ കഴിയും, കാറ്റ് കടലെ ശാന്തമാകുക എന്ന് പറഞ്ഞ് നമ്മുടെ വാക്കിനത് അനുസരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവമക്കളെ ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ, നമ്മളുടെ മേൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ നമ്മളുടെ മേൽ വ്യാപരിച്ച, അല്ലെങ്കിൽ അവൻ നമുക്ക് വേണ്ടി കൈമാറ്റം ചെയ്യപ്പെട്ടു തന്ന, അല്ലെങ്കിൽ അവൻ നമുക്ക് നൽകി തന്ന
ഒരു അധികാരത്തിന്റെ ശുശ്രൂഷയാണ്. ആ അധികാരത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ അതായത് ഞാൻ വീണ്ടും ഓർപ്പിക്കുന്ന അധികാരം നമ്മൾ മറന്നുപോയാൽ, അല്ലെങ്കിൽ നമ്മളുടെ അവിശ്വാസം അത് ചെയ്യുവാൻ നമ്മളെ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തടസ്സപ്പെടുത്തിയാൽ, നമ്മൾ ഓർക്കണം, നമ്മുടെ പടകിൽ കർത്താവ് സകല അധികാരമുള്ളവൻ നമ്മുടെ പടകിലുണ്ട്. ഹല്ലേലൂയ. അവൻ നമ്മൾ വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ള. അതേ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, അത് 22-18 വാക്യത്തിൽ കാണും, സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ പുറപ്പെട്ടു പോകുവീൻ, ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാം. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. എവിടെയെങ്കിലും മാറിയിരുന്ന് നമ്മളെ പറഞ്ഞു വിടുന്ന ഒരു ദൈവമല്ല. ഹല്ലേലൂയ. നമ്മോട് കൂടെ ഇരുന്നു കൊണ്ട് നമ്മളുടെ സുഖദുഃഖ സമ്മിശ്രമാകുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം നമ്മോടുകൂടെ സഞ്ചരിച്ച് നമ്മോടുകൂടെ പോരുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ആ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ സാഹചര്യങ്ങളിലും അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. അതിനായി ദൈവകരങ്ങളിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. നമ്മൾ ഒരുമിച്ച് കർത്താവിനെ അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ദൈവസേനയിൽ ഏൽപ്പിക്കാം. നമ്മുടെ ശുശ്രൂഷകളെ ഒരിക്കൽ കൂടെ നമുക്ക് മിനിച്ചെടുക്കാം. അല്ലെങ്കിൽ ആ വിശ്വാസത്തോടെ നമുക്ക് കൂടുതൽ വിശ്വാസത്തോടെ നമ്മുടെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് കടന്നു പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ അവസരം നൽകി തന്ന ദൈവദാസനോട് നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കഴിഞ്ഞ നാളുകൾ ഞങ്ങൾ ബീഹാറിൽ ഉണ്ടായതായ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ട്, അല്ലെങ്കിൽ ഒരു പൂർണ്ണമായ ഒരു വിടുതൽ ഇതുവരെ എനിക്ക് പ്രാപിക്കാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ തിരിച്ചു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശാരീരികമായ ഒരു വിടുതലിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർപ്പിച്ചു, ഞങ്ങളുടെ മോള് ഒരു പ്രത്യേക തലവേദനയാൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ട്രൈജീനിയൽ ന്യൂറോളജി എന്ന് പറയുന്ന ഒരു രോഗമാണ് അത് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിനൊരു സർജറിയാണ് ഡോക്ടർ പറഞ്ഞത്. ഞങ്ങൾ അന്ന് മുതൽ പ്രാർത്ഥിക്കും. വളരെ വർഷങ്ങളായി, 7-8 വർഷം 8-9 വർഷത്തോളമായിട്ട് ഈ ഒരു രോഗത്താൽ കുഞ്ഞ് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വളരെ കഠിനമായ വേദനയാണ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുകയും അത് വളരെ അവളുടെ വിദ്യാഭ്യാസത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ളൊരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ രോഗമായിട്ട് അങ്ങനെ വീട്ടിലുണ്ട്. ഹോസ്റ്റലിലേക്ക് പോകാനോ ജനറൽ നഴ്സിംഗിന് പഠിക്കുകയാണ്. ആഷ്ലി എന്നാണ് അവളുടെ പേര്. ഹോസ്റ്റലിലേക്ക് പോകാൻ കഴിയാത്തൊരു പ്രത്യേക സാഹചര്യത്തിൽ ഭവനത്തിലായിരിക്കുന്നു. മരുന്നും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുന്നു. ഞങ്ങൾ ഈ ദിവസങ്ങളെല്ലാം ആവശ്യത്തിനു വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, നിങ്ങളോട് ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആഷ്ലി എന്നാണ് അവളുടെ പേര്. അതുപോലെ ഞങ്ങളുടെ തുടർന്നുള്ള ശുശ്രൂഷകൾ മുൻപോട്ട് കൊണ്ടുപോകാൻ ആവശ്യമാകുന്ന വഴികളെ കർത്താവ് തുറക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങളായിരുന്ന സ്ഥലത്തേക്ക് ഇനി ചെന്നു കഴിഞ്ഞാൽ അവർ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ചെന്നാൽ കൊന്നുകളയും, അങ്ങനെയുള്ള ഒരു ഭീഷണിയാണ്. അപ്പോൾ എന്നാൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അത് എങ്കിലും ദൈവഹിതം മാത്രം നടക്കേണ്ടതിനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ശുശ്രൂഷകൾക്ക് വേണ്ടി കടന്നു പോകേണ്ടതിന് നിങ്ങളെല്ലാവരെയും പ്രാർത്ഥന ഒരിക്കൽ കൂടെ ഞാൻ അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രഭാതത്തിൽ ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന ദേവദാസനോടും അതുപോലെ തന്നെ മീറ്റിങ്ങിന്റെ ഭാരവാഹികളോടും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് കർത്താവിൻ്റെ ദാസനെന്ന് നമ്മൾ കേട്ടത്. ശുശ്രൂഷയ്ക്കെതിരെ നമുക്കെതിരെ എന്തെല്ലാം ആയുധങ്ങൾ സാത്താനും ലോകവും കൊണ്ടുവന്നാലും കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഇന്നലെ നമ്മൾ കേട്ട തിരുവചനം അതായിരുന്നില്ല, യഹോഷാഫാത്തിനെതിരെ സകല സൈന്യങ്ങളും കൂടെ വന്നപ്പോൾ അദ്ദേഹം ഒരു നിസ്സഹായനായിരുന്നു. എന്നാൽ അദ്ദേഹം നിസ്സഹായനായിരുന്നു കരയല്ല, ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് പാട്ടുകാരെയൊക്കെ വരുത്തി അങ്ങനെ ആഘോഷമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി പോവുകയാണ്. അപ്പോൾ കർത്താവ് ആ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മളെ പേർ ചൊല്ലി വിളിച്ചവനായൊരു ദൈവമാണ്. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഒക്കെ നമ്മൾ ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രം മതി. നമ്മളെ പേർ ചൊല്ലി വിളിക്കുന്നവനായൊരു ദൈവം. എനിക്ക് ഒരു ചെറിയൊരു പട്ടിയുണ്ട്. അത് ദൂരെ പോയി നിൽക്കും. ചിലപ്പോൾ ഞാനതിനെ അഴിച്ചു വിടുമ്പോൾ ഇവിടെ ആ മുറ്റത്ത് അങ്ങേ അറ്റത്ത് പോയിരിക്കും. ഞാനതിനെ റൈലി എന്നൊന്ന് ഉറച്ച് വിളിച്ചാൽ മതി. അത് കേൾക്കുന്ന മാത്രമേ അത് ഓടി വരും.
പണ്ട് നമ്മളൊക്കെ വളരുന്ന സമയത്ത് നമ്മുടെ മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട്, കുസൃതികളായിട്ടൊക്കെ ഇരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, എടാ ഇവനെ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ടാണ് ഓടുന്നതെന്ന്. പലപ്പോഴും നമ്മുടെ അനുഭവങ്ങൾ ഓരോരുത്തർ അടുത്തേക്ക് നമ്മളെ സഹായത്തിനായി ചെല്ലുമ്പോൾ അവർ നമ്മളെ കാണുമ്പോൾ ഓടിക്കളയും. എന്നാൽ നമ്മളെ പേർ ചൊല്ലി വിളിക്കുന്നവരായ ഒരു ദൈവമാണ് നമ്മളെ അങ്ങനെ ഏത് സാഹചര്യത്തിലും നമ്മളെ തള്ളിക്കളയാതെ നമ്മോട് കർത്താവ് പറഞ്ഞു, കണ്ടാലും ഞാൻ എല്ലാ നാളും നിങ്ങളോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് വാചകങ്ങളോടെ പറഞ്ഞതിന് ശേഷം പാസ്റ്റർ റെജി ജോസഫ് പ്രാർത്ഥിക്കുന്നതാണ്. നമ്മൾ ഏത് സാഹചര്യത്തിലും നമ്മളെ തള്ളിക്കളയാത്തവരായ ദൈവം നമ്മോടൊപ്പം. കർത്താവിൻ്റെ ദാസൻ പോയതായിട്ടുള്ള ആ സാഹചര്യങ്ങൾ നമ്മൾ മാത്രമല്ല, അനേക ആളുകൾ ആ വീഡിയോ ഒക്കെ വൈറലായിട്ട് കണ്ടതാണല്ലോ. പ്രിയമുള്ളവർ, എത്ര ദുഃഖകരമായിട്ടുള്ള, എത്ര പ്രയാസകരമായിട്ടുള്ള ഘട്ടത്തിലൂടെ കർത്താവിൻ്റെ ദാസനും കുടുംബവും പോയി. എന്നാൽ അന്ന് കഴിഞ്ഞ പ്രാവശ്യം അത് നടന്നിട്ട് അധികം നാളായിരുന്നില്ലല്ലോ നമ്മുടെ പ്രയർ ലൈനിൽ വന്ന് തിരുവചനമൊക്കെ സംസാരിച്ചു. എന്നാൽ അന്ന് സംസാരിക്കുവാൻ തന്നെ ബുദ്ധിമുട്ടുള്ള രീതി ഒക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ കർത്താവ് എത്രമാത്രം സൗഖ്യം നൽകി, കർത്താവിൻ്റെ ദാസന് എത്രമാത്രം സൗഖ്യത്തോടുകൂടെ നമുക്കിന്ന് കാണുന്നതിന് സാധിച്ചല്ലോ. എന്നാൽ ആ മകളുടെ കാര്യം നമ്മൾ കേട്ടല്ലോ. വളരെ ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ മകൾ തലവേദനയാൽ വളരെയധികം കഷ്ടപ്പെടുന്നു. എന്നാൽ കർത്താവ് സൗഖ്യദായകനാണ്. നമുക്ക് സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കർത്താവിൻ്റെ ദാസൻ്റെ ശുശ്രൂഷ തിരികെ ആ സ്ഥലത്ത് തന്നെ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. കർത്താവ് തക്കതായിട്ടുള്ള വഴികളും ഒക്കെ തുറന്ന് തക്ക സമയത്ത് അതിനുള്ള മാർഗങ്ങളൊക്കെ ഒരുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കേട്ടതുപോലെ ബർന്നബാസിനെയും പൗലോസിനെയും അവർ ഉപവസിച്ച ആ സഭ മുഴുവൻ, അന്ത്യോക്യയിലെ സഭ മുഴുവൻ ഉപവസിച്ച് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പൗലോസിനെയും ബർന്നബാസിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ വേർതിരിക്കുക എന്ന പരിശുദ്ധാത്മാവ് അവർക്കൊരു വെളിപാട് നൽകിയത്. പ്രിയമുള്ളവരെ, നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്താൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുക എന്നുള്ളത് തർക്കമറ്റൊരു സംഗതിയാണ്. പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മളേതെങ്കിലും പാസ്റ്ററെ വിളിച്ച് അല്ലെ പ്രവാചകനെ വിളിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് പറഞ്ഞാട്ടെ എന്നൊക്കെ ഉള്ള കുറുക്കു വഴികളാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് വേണ്ടാത്തതും കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കുന്നത്. എന്നാൽ ആ അന്ത്യോക്യയിലെ സഭയാകട്ടെ, അവർ പ്രത്യേക ഒരു കാര്യം സാധിക്കാൻ വേണ്ടി ഒന്നുമല്ല, അവർ ഉപവസിച്ച് ആ കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നതിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് അവരോട് സംസാരിച്ചത്. നമുക്കറിയാം, ബർന്നബാസും പൗലോസും കൂടെ ആ മിഷനറി യാത്ര ആരംഭിക്കാനായിട്ട് അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞാണ് അവർ പോയത്. ആ മിഷനറി യാത്രകളിലൂടെയൊക്കെ നമുക്കറിയാം, യൂറോപ്പിൽ ആദ്യമായിട്ട് സുവിശേഷം എത്തിയത് അങ്ങനെയാണല്ലോ. ഏതെല്ലാം സ്ഥലത്ത്, ഏതെല്ലാം രാജ്യങ്ങളിൽ, ഏതെല്ലാം പ്രദേശങ്ങളിൽ സുവിശേഷം എത്തുന്നതിനും അങ്ങനെ അനേക സമൂഹങ്ങൾ, ജനസമൂഹങ്ങൾ സുവിശേഷത്തെ കർത്താവിനെ സ്വീകരിക്കുകയും അവിടെ വ്യാപരിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ, ഈ വർഷം നമ്മളിൽ നിന്ന് വിട്ടുപിരിയുമ്പോൾ സുവിശേഷത്തിന് വേണ്ടി കഷ്ടത അനുഭവിക്കാനായിട്ട് പൗലോസ് പറഞ്ഞത് എന്താണ്? സുവിശേഷത്തിന് വേണ്ടി എന്തെല്ലാം കഷ്ടതകളാണ് പ്രിയമുള്ളവരെ അനുഭവിച്ചത്. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് ഞാൻ സുവിശേഷത്തിന് വേണ്ടി ഛേദമെന്നെണ്ണുന്നു, നഷ്ടപ്പെടുത്തി കളയുന്നു, മനഃപൂർവ്വം ഞാനത് നഷ്ടപ്പെടുത്തുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇന്ന് സുവിശേഷത്തിൻ്റെ പേര് പറഞ്ഞ് എന്തെങ്കിലും നന്മ കിട്ടുമോ? നന്മ എന്ന് പറയുന്ന ലോകത്തിൻ്റെ നന്മയാണ് ആളുകൾ ഉദ്ദേശിക്കുന്നത്. പണ്ടൊരു മാസ്റ്ററിന് കുറച്ച് വയസ്സായിട്ട് ഇപ്പോൾ പറഞ്ഞു, എനിക്കിന്ന് ഒരാൾ നന്മ തന്നെന്ന് പറഞ്ഞു. എന്നാൽ അത് നല്ലതാ, കുഴപ്പമൊന്നുമില്ല. എന്നാൽ യഥാർത്ഥമായിട്ടുള്ള നന്മ എന്താണെന്നുള്ളത് അത് കർത്താവിൽ നിന്ന് മാത്രമേ നമുക്കത് പ്രാപിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ വർഷത്തിൻ്റെ അവസാനം നമ്മൾ ഉപവസിക്കാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാനായിട്ട് നമ്മളെ തന്നെ വേർതിരിച്ച് കർത്താവിൽ നിന്ന് പ്രാപിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. കർത്താവിൻ്റെ ദാസനെ കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഇനി മുന്നോട്ടുള്ള വാതിലുകളൊക്കെ പ്രാർത്ഥിച്ച് കർത്താവ് തന്നെ കർത്താവിൻ്റെ ദാസൻ്റെ മുൻപിൽ വെളിപ്പെടുത്തട്ടെ എന്ന് നമുക്ക് ശക്തമായിട്ട് നമുക്ക് ഇവിടെ ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ ഒരിക്കലും കർത്താവിനെ പിന്തുടരുന്ന ആരെയും അങ്ങനെ വെറുതെ വിട്ടുകളയുന്ന, ഏകരായി വിട്ടുകളയുന്ന കർത്താവല്ലല്ലോ. കണ്ടാലും ഞാൻ എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ടെന്നുള്ള ആ വാഗ്ദാനത്തിൽ മുറുകെ പിടിച്ച് ശക്തമായി നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ ചുറ്റുപാടും ബുദ്ധിമുട്ടുകളുണ്ട്, മുന്നോട്ട് നോക്കുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഭീഷണികളുണ്ടെന്നാൽ ആ ഭീഷണികളുടെ മുമ്പിലൊന്നും വഴിപ്പെട്ടു പോകാതെ കർത്താവ് നമ്മോടുകൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തോടുകൂടെ നമുക്ക് പോകാം. എന്നാൽ ആ ശിഷ്യന്മാർ കർത്താവ് ആ പടകിൽ ഉണ്ടായിരുന്നിട്ട് തന്നെ, ഈ അതിശയങ്ങളൊക്കെ കണ്ടിട്ട് തന്നെ ആ ശിഷ്യന്മാർ മരണഭയത്തിലായി പോയി എന്ന് നമുക്കറിയാം. ആ കാറ്റും കോളും ഒക്കെ ശക്തമായി അടിച്ചപ്പോൾ അവർ ചോദിച്ചതാണ്, ഗുരു
ഞങ്ങൾ നശിച്ചു പോകുന്നു, നിനക്കിതിൻ്റെ അകത്തൊന്നും വിചാരമില്ല, നീ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്, ഞങ്ങളോ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ, നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നാണ് അവർ ചോദിച്ചത്. നമ്മുടെ ചോദ്യം പലപ്പോഴും അങ്ങനെയൊക്കെയാണ്. കർത്താവിനെ നേരിട്ട് കർത്താവിനോടുകൂടെ നടന്നവർ പോലും അത് ചോദിച്ചെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മളും പലപ്പോഴും ബലഹീനരായിത്തീരുന്നു. എന്നാൽ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ആഴമായിട്ടുള്ള വിശ്വാസത്തോടുകൂടെ ശക്തരായി, ആത്മാവിൽ ശക്തരായി നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ CP സണ്ണിയോട് ഷിക്കാഗോ പ്രയറിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. ആ കുടുംബത്തിന് വേണ്ടി ദയവായിട്ട് ശക്തമായി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണമേ, ഞാൻ കർത്താവിൽ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. താങ്ക്